വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിയമപ്രകാരം ഒരു മുന്നറിയിപ്പ്. മലൈക്കോട്ടെ വാലിബന്റെ തംബ്നെയിലും കണ്ടു വന്നവരോടാണ്. ഈ വീഡിയോയ്ക്ക് മലൈക്കോട്ടെ വാലിബനുമായിട്ടോ ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ജസ്റ്റ് ഇന്നലെ വരെ ചാടിയ വയറും ഇന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന വയറും നാളെ ചാടിയേക്കാവുന്ന വയറും കുറച്ചെടുത്ത് നിങ്ങളെയും മലൈക്കോട്ടെ വാലിബനെ പോലെ ഫിറ്റ് ആൻഡ് സ്മാർട്ട് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സദയം ക്ഷമിക്കുക. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? വയർ കുറയ്ക്കുക, പെർഫെക്റ്റ് ഷേപ്പ് ആക്കുക എന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വയറൊക്കെ ഒന്ന് ഒതുക്കി അടിപൊളിയാക്കി 6 പാക്ക് 8 പാക്ക് ഒന്നും ഇല്ലെങ്കിലും നല്ല ലുക്കിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ ഇന്ന് വർദ്ധിച്ചു വരുന്ന വൈറ്റ് കോളർ ജോലി സംസ്കാരത്തിൽ ഇരിപ്പ് ജോലികൾ കൂടി കൂടി നമ്മുടെ വയറളവും വർദ്ധിച്ചു വരികയാണ്. ഈ ശരീരം അനങ്ങാതെയുള്ള ജോലി മാത്രമല്ല, മാറുന്ന ആഹാര സംസ്കാരവും വയറളവ് കൂടി കുടവയറ് കൂടി വരാൻ കാര്യകാരണമാകുന്നുണ്ട്. മലയാളികളുടെ അരിയാഹാരത്തോടുള്ള പ്രിയം പേര് കേട്ടതാണ്. പറ്റിയ നമ്മൾ 3 നേരം അരിയാഹാരം തന്നെ അങ്ങ് കഴിക്കും. ഈ ശീലത്തിനാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അയ്യോ, ഞാൻ ഇൻട്രോ പറഞ്ഞില്ല കേട്ടോ. ഹായ്, ദിസ് ഈസ് Dr. Ganesh and this is my infotainment. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ? മലയാളികളുടെ അരിയാഹാരത്തോടുള്ള പ്രിയം. പറ്റിയാൽ നമ്മൾ 3 നേരം അരിയാഹാരം തന്നെ കഴിക്കും. ഈ ശീലത്തിനാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അതിനു മുമ്പേ നമുക്കുള്ളത് കുടവയറ് തന്നെയാണെന്നൊന്ന് ഉറപ്പുവരുത്തേണ്ടേ? അതിനുവേണ്ടി ചെറിയൊരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം. നമ്മളൊന്ന് കിടന്നിട്ട് താഴെ കാൽ വിരലുകളിലേക്കൊന്ന് നോക്കുക. ആ സമയത്ത് ഈ കുടവയറ് താഴാതെ നെഞ്ചളവിൽ നിന്ന് ഒരുപാട് ഉയർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഫാറ്റി ലിവർ കൂടി സംശയിക്കേണ്ടതായുണ്ട്. സോ അത്തരം ഘട്ടങ്ങളിൽ ഫാറ്റി ലിവറിന് വേണ്ട ചികിത്സ പ്രത്യേകം തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയം അവിടെ തന്നെ നിൽക്കട്ടെ. ഇത് അങ്ങനെ അല്ല, കിടക്കുമ്പോൾ താഴ്ന്നു വരുന്ന കുടവയറാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് താരതമ്യേന എളുപ്പത്തിൽ തന്നെ കുറച്ചെടുക്കുക. ആദ്യം ഈ 3 നേരമുള്ള അരിയാഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. രാത്രി കഴിവതും നേരത്തെ ആഹാരം കഴിക്കുന്ന ശീലം, ഒരു 7:30-8 മണിക്ക് തന്നെ ആഹാരം കഴിക്കുന്ന ശീലം കൊണ്ടുവരിക. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം. കഴിവതും കിടക്കുന്ന സമയത്ത് ദഹനം പൂർണ്ണമായിരിക്കണമെന്നാണ് വെപ്പ്. എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങളാണ് രാത്രി നേരങ്ങളിൽ നല്ലത്. ഇനി ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പലരും വരുന്നത്, ഡോക്ടർ എനിക്ക് ഇത്ര വയസ്സായി ഇത്ര ഭാരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു തെറ്റായ സമീപനമാണ്. ശരീരഭാരത്തിന്റെ കൃത്യമായ ഒരു അളവുകൾ നിർണ്ണയിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഏജിനെ വെച്ചല്ല, നമ്മുടെ ഹൈറ്റിനെ വെച്ചാണ്. സോ ശരീരഭാരം കുറച്ചുകൊണ്ട് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും പിന്നെ നിങ്ങളുടെ പ്രായവും കൂടി മെസ്സേജ് അയക്കാം. വ്യക്തിഗതമായിട്ടുള്ള തുടർ നിർദ്ദേശങ്ങൾ എന്നാൽ കഴിയുന്നത് ഞാൻ അതുവഴി നൽകാം. ഇതിനോടൊപ്പം ഒരു ടിപ്പ് കൂടിയുണ്ട്. ആയുർവേദത്തിൽ വളരെ പേര് കേട്ട ഒരു മരുന്നാണ് ത്രിബല. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ആമലകി, വിവിധകി, ഹരിതകി അഥവാ കടുക്ക, നെല്ലിക്ക, താനക്ക എന്നിവയുടെ മിശ്രിതമാണ് ഈ ത്രിബല. ഉറങ്ങുന്നതിന് മുമ്പ് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഈ ത്രിബലപ്പൊടി കലർത്തി കുടിക്കുന്നത് നമ്മുടെ മലവിസർജനം ശരിയായ രീതിയിൽ നടക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. പ്രമേഹ രോഗികൾക്കും വളരെ വളരെ ഉപകാരിയാണ് ഈ ത്രിബല ചൂർണം. എങ്ങനെയെന്നല്ലേ? പ്രമേഹ രോഗികളിൽ ഉണ്ടായേക്കാവുന്ന മലബന്ധവും നേത്ര രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചെറുക്കാൻ ത്രിബല പതിവായി സേവിക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ആന്തരികമായിട്ട് ഉണ്ടായേക്കാവുന്ന വീക്കങ്ങൾ അഥവാ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ത്രിബല വളരെ സഹായിക്കുന്നു. കൊച്ചുകുട്ടികളെ ഒഴിവാക്കി നിർത്തിയാൽ ആർക്കും ചെയ്യാവുന്നതാണ് ഈ ത്രിബല സേവ. സംശയമുള്ളവർ വീണ്ടും ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഡോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ഇനി മറ്റൊരു വിഭാഗം തടി കുറച്ചു വരാൻ സാധാരണയായി ചെയ്തു വരുന്ന ഒരു പൊടിക്കൈയെ കുറിച്ചാണ്. രാവിലെ ചെറു ചൂടുള്ള ചെറുനാരങ്ങ നീര് കുടിക്കുന്നത് തടി കുറയ്ക്കാനുള്ള പ്രതിവിധിയായി ധാരാളം പേർ ചെയ്യുന്നുണ്ട്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൊഴുപ്പ് അലിയിച്ച് കളയാൻ സഹായിക്കുന്നു. വെറും വയറ്റിൽ നാരങ്ങ നീര് കഴിക്കുമെന്നും മറ്റുള്ള പ്രതിവിധികൾ നിങ്ങൾ ഇതിനോടകം ധാരാളം കേട്ട് കാണും. പക്ഷെ ഇങ്ങനെ ഒരു കഥ വെറും കെട്ടുകഥ മാത്രമാണ്. ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ നാരങ്ങ നീരിന് നേരിട്ട് ഒരു സ്വാധീനം ചെലുത്തുന്നില്ല. നാരങ്ങ നീരിൽ വിറ്റാമിൻ സിയും മറ്റും ഗുണം ചെയ്യുന്ന ഘടകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ടെങ്കിലും ശരീരത്തിലെ കൊഴുപ്പിനെ പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കുന്ന മാന്ത്രിക ഗുണങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നാരങ്ങ നീര് ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാണ്. അത് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ശരീരത്തിൽ വേണ്ട ആഹാരത്തിൽ കുറവ് വന്ന് ഒരു കലോറി കമ്മി ഉണ്ടാകുമ്പോഴാണ്, അഥവാ കലോറി ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോഴാണ് അധികമായി വയറിന് ചുറ്റുമൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് ഊർജ്ജോൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുകയും ഇപ്രകാരം ശരീരഭാരം കുറഞ്ഞു വരികയും ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കുറഞ്ഞ കലോറിയാണ് ആഹാരം വഴി നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ ശരീരം റിസർവ് ഇന്ധനമായി ഉപയോഗപ്പെടുത്തുന്നത് അധികമായി ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഇപ്രകാരമുള്ള കൊഴുപ്പിനെ ആയിരിക്കും. ഈ ചെറുനാരങ്ങ നീര് ഇപ്രകാരം കലോറി കുറഞ്ഞ ഒരു പാനീയമാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പഞ്ചസാരയുള്ള ജ്യൂസുകൾ പോലുള്ള ഉയർന്ന കലോറി പാനീയങ്ങൾക്ക് പകരമായി നാരങ്ങ വെള്ളം ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് ഒരു
അനുഗ്രഹമായി മാറും. ഈ അമേരിക്കയിലും മറ്റും പൊണ്ണത്തടിക്കുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഈ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഉയർന്ന കലോറിയുള്ള പാനീയങ്ങൾക്ക് പകരം നാരങ്ങ ജ്യൂസും മറ്റും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള കലോറി ഇൻടേക്ക് കുറയ്ക്കാനും അതുവഴി നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും വയറൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കാനും സഹായകരമാകും. കൂടാതെ ഭക്ഷണങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാൻ ഈ നാരങ്ങ നീരിന് ഒരു പ്രത്യേക കഴിവുണ്ട്. നാരങ്ങ നീര് സലാഡുകൾക്കുള്ള ഒരു മേമ്പൊടിയായാൽ അല്ലെങ്കിൽ എന്താ പറയുക, പാചകത്തിൽ ഒരു ഫ്ലേവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അഥവാ ഇലക്കറികൾ പോലുള്ളവ കൂടുതൽ ആസ്വാദ്യകരമാക്കാനും സമീകൃത ആഹാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ ഉണ്ടാക്കുന്ന തൈര് ചേർക്കാത്ത സാലഡിലേക്കൊക്കെ കുറച്ച് നാരങ്ങ നീരൊന്ന് ചേർത്ത് നോക്കണേ. സോ നാരങ്ങ നീര് ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയുടെ ഭാഗമാകുമെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ ഇതൊരു മാന്ത്രിക പരിഹാരമൊന്നുമല്ല. സമീകൃത ആഹാരം അഥവാ ബാലൻസ് ഡയറ്റ്, ചിട്ടയായിട്ടുള്ള വ്യായാമം, മൊത്തത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ഭാരം കൈവരിക്കുന്നതിനും നമ്മുടെ വയറൊക്കെ ട്രിം ചെയ്ത് പൊണ്ണത്തടിയൊക്കെ കുറച്ചെടുക്കാനും വളരെ പ്രധാനമാണ്. ഇനി സംസാരിക്കാനുള്ളത് ഇഞ്ചിയെ കുറിച്ചാണ്. നൂറ്റാണ്ടുകളായ ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഔഷധദ്രവ്യമാണ് ഇഞ്ചി. ഈ ഇഞ്ചി കൂടുതൽ ആസ്വാദ്യകരമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഇതൊരു ജിഞ്ചർ ടീയുടെ രൂപത്തിൽ അകത്തേക്ക് എടുക്കാം. ഇപ്രകാരം ജിഞ്ചർ ടീ കുടിക്കുന്നത് നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിന് ഒരു ഉണർവും ഉന്മേഷം കിട്ടാനും എല്ലാം വളരെ സഹായിക്കും. ഈ ഇഞ്ചി കറികളിലൂടെയും മറ്റും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് ചെല്ലുന്ന കൊഴുപ്പ് കലർന്ന ആഹാരങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കാനും സഹായകരമാകും. ഇഞ്ചിയുടെ ഗുണങ്ങളെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. ഇഞ്ചിയിൽ ഒരുപാട് ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്, ജിഞ്ചറോൾസ്, യോഗോൾസ്. ഇനി പറയാനുള്ളത് ഭക്ഷണക്രമത്തിൽ അധികമായി ഉൾപ്പെടുത്തേണ്ട നാരുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്രകാരം കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, ചെറു മത്സ്യങ്ങളും മറ്റും കഴിക്കുന്നത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കാനും കാലാന്തരത്തിൽ സഹായകരമാകും. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ചെറു മത്സ്യങ്ങൾ, ഇവയെല്ലാം ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇവയാണ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. കഴിവതും ജങ്ക് ഫുഡ്സും വറുത്തതും മുരിച്ചതും എല്ലാം ഒഴിവാക്കുക. കാരണം അവയിൽ അനാരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പാണ് കൂടുതലായിട്ടും ഉള്ളത്. അവ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനും കാരണമാകും. ശരീരത്തിന്റെ ആരോഗ്യവും ബലവും പ്രോത്സാഹിപ്പിക്കുന്നതിന് യോഗാസന മുറകൾ, ശ്വസന രീതികൾ, ധ്യാനം എന്നിവ സമന്വയിപ്പിക്കുന്ന വ്യായാമ മുറകളും ഉണ്ട്. യോഗ പരിശീലിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ കോർ പേശികളെ ശക്തിപ്പെടുത്താനും സഹായിക്കും. ബോട്ട് പോസ്, കോബ്ര പോസ്, പ്ലാങ്ക് പോസ് എന്നിവ പോലുള്ള ചില യോഗാസനങ്ങൾ വയറിലെ കൊഴുപ്പിന് പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കാനും വയറിലെ പേശികളെ ടോൺ ചെയ്തെടുക്കാനും സഹായിക്കും. ഇവയിൽ 1-2 വ്യായാമ മുറകൾ ഞാൻ ഇന്ന് വിശദമായി തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തേത് പ്ലാങ്ക് പോസ്റ്റർ ആണ്. ഇത് പ്രാഥമികമായിട്ട് നമ്മുടെ റെക്ടസ് അബ്ഡോമിനൽ മസിൽസ്, പിന്നെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനൽ മസിൽസ്, അബ്ഡോമിനൽ ഒബ്ലിക് മസിൽസ് ഇവയെല്ലാം ലക്ഷ്യം വയ്ക്കുന്ന ഒരു വ്യായാമ രീതിയാണ്. ഇതോടൊപ്പം ശരീരത്തിന്റെ സ്റ്റെബിലിറ്റിയും നമ്മുടെ പിൻഭാഗം, മുതുകിന്റെ താഴ്ഭാഗം, തോളുകൾ, കൈകൾ, കാലുകൾ എന്നിവയുടെ പേശികളെയും ഈ വ്യായാമത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്ലാങ്ക് പോസ്റ്റർ ശരിയായി ചെയ്യാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. തറയിലോ മാറ്റിലോ മുഖം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാങ്ക് ചെയ്തു തുടങ്ങേണ്ടത്. നിങ്ങളുടെ കൈത്തണ്ടകൾ നിലത്ത് വയ്ക്കുക. കൈമുട്ടുകൾ നിങ്ങളുടെ തോളിന് നേരെ താഴെയാണെന്നും നിങ്ങളുടെ കൈകൾ പരസ്പരം സമാന്തരമാണെന്ന് ഉറപ്പാക്കുക. ശരീരം നിങ്ങളുടെ തല മുതൽ കണങ്കാൽ വരെ ഒരു ഒറ്റ ലൈൻ ഉണ്ടാക്കുന്ന തരത്തിൽ, സ്കെയിൽ വെച്ച് പിടിച്ചാൽ ഒരു ഒറ്റ ലൈൻ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം. ഇപ്രകാരം നിങ്ങളുടെ കാൽവിരലുകൾ താഴെയാക്കി പിറകിലേക്ക് നീട്ടിവെച്ച് ഈ പോസ് നിലനിർത്തുക. കഴിയുന്നിടത്തോളം നേരം ഈ പോസ് നിലനിർത്തുക. നട്ടലിന് നേരെ താഴെ നിങ്ങളുടെ പൊക്കിൾ ചുഴിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് വയർ വലിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ കോർ പേശികളെ വ്യായാമത്തിൽ കൂടുതൽ എൻഗേജ് ചെയ്തെടുക്കേണ്ടത്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ കഴുത്തും നട്ടലും ഒരു ന്യൂട്രൽ പൊസിഷനിൽ തന്നെ വെക്കുക. തറയിലേക്ക് നോക്കി ഈ പോസ്ചർ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ പൊസിഷനിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ പോസ്ചറിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. ശരിയായ ഫോം നിലനിർത്താൻ കഴിയുന്നിടത്തോളം ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പോസിൽ തന്നെ നിൽക്കുക. ചിലർ ഈ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ച് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. വ്യായാമത്തിലുടനീളം തന്നെ നിങ്ങൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം. കഴിവതും കുറച്ചുകൂടി ആഴത്തിൽ ഇൻഹേൽ ചെയ്യാനും എക്സേൽ ചെയ്യാനും, അഥവാ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും ശ്രമിക്കുക. ഈ പ്ലാങ്ക് പോസ്റ്ററിന്റെ പ്രയോജനങ്ങൾ പരമാവധിയാക്കാൻ, അതിന്റെ ഗുണങ്ങൾ കുറച്ചുകൂടി കൂട്ടിയെടുക്കാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടി പറഞ്ഞുതരാം. പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹിപ്പിലേക്കാണ്. ഹിപ്പ് ഒരുപാട് താഴേക്കായി പോകുന്നതും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതും കഴിവതും ഒഴിവാക്കുക. തോളെല്ലുകൾ കഴിവതും വിടർത്തി തന്നെ നിലനിർത്തുക. ഇപ്രകാരം നിൽക്കുന്നത് കഴുത്ത് ഒരുപാട് റിലാക്സ്ഡ് ആയി തന്നെ നിൽക്കാൻ സഹായിക്കും. കഴുത്തിൽ ഒരുപാട് അനാവശ്യമായി സമ്മർദ്ദം കൊടുത്താണ് ഈ വ്യായാമം ചെയ്യുന്നതെങ്കിൽ വ്യായാമം ചെയ്ത് തീരുമ്പോഴേക്കും കഴുത്തിൽ കോച്ചിപ്പിടുത്തം, വേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. നിങ്ങളുടെ കൈകളിലേക്കോ കാലുകളിലേക്കോ
ഭാരമായിരിക്കോ ശരീരഭാരമോ ഒരുപാട് കൊടുക്കുന്നതിന് പകരം വ്യായാമത്തിലുടനീളം നിങ്ങളുടെ കോർ പേശികളിലേക്ക് വേണം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ വ്യായാമം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽവിരലുകൾക്ക് പകരം കാൽമുട്ടിൽ വിശ്രമിച്ചുകൊണ്ട് ഒരു പരിഷ്കരിച്ച പ്ലാങ്ക് നടത്തി നിങ്ങൾക്ക് ആരംഭിക്കാം. ക്രമേണ കോർ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പ്ലാങ്ക് പോസ്റ്ററിലേക്ക് പുരോഗമിക്കുക. അതായത് ഭാരം കൈമുട്ടുകൾക്കും കാൽവിരലുകൾക്കും ഇടയിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഒരു രീതിയിൽ ഒറ്റ ലൈനിൽ തന്നെ നിൽക്കുക. ഇപ്രകാരം ശരീരത്തിന്റെ കോർ സ്ട്രെങ്ത് കെട്ടിപ്പടുക്കുന്നതിനും ശരീരത്തിന്റെ പോസ്റ്റർ മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള നമ്മുടെ ശക്തി വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും ഫലപ്രദമായിട്ടുള്ള വളരെ ഈസിയായി ചെയ്യാവുന്ന വളരെ സേഫായി ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് പ്ലാങ്ക് പോസ്റ്റർ. ഇനി രണ്ടാമതായി പറയാനുള്ളത് ബ്രിഡ്ജ് പോസിനെ കുറിച്ചാണ്. ബ്രിഡ്ജ് പോസ് സേതുബന്ധാസനം എന്നും അറിയപ്പെടുന്നു യോഗയിൽ. ഇത് നമ്മുടെ നടുഭാഗം, ഇടുപ്പ്, കാലുകൾ എന്നിവ ലക്ഷ്യമിടുന്ന ഒരു യോഗാസനമാണ്. ശരീരത്തിലെ വിവിധ പേശികളെ വേണ്ട രീതിയിൽ സ്ട്രെച്ച് ചെയ്യാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ഒരു എക്സർസൈസ് ആണിത്. ബ്രിഡ്ജ് പോസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കാൽമുട്ടുകൾ വളച്ച് പാദങ്ങൾ നിലത്ത് ചവിട്ടി മലർന്ന് കിടന്നുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് പോസ് ആരംഭിക്കേണ്ടത്. നിങ്ങളുടെ കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. കൈപ്പത്തികൾ ശരീരത്തിന്റെ ഇരുഭാഗത്തുമായി വെച്ച് താഴേക്ക് പ്രസ് ചെയ്ത് ഒരു ഫോഴ്സ് നിലത്തേക്ക് നൽകുക. നിങ്ങളുടെ പാദങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട്. കഴിവതും ഇടുപ്പളവിൽ തന്നെ പാദങ്ങൾ അകറ്റി വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണങ്കാലുകളും കാൽമുട്ടുകളും ഒറ്റ ലൈനിൽ അഥവാ തറ നിരപ്പിൽ നിന്ന് ഉദ്ദേശം 90 ഡിഗ്രിയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്രകാരം ചെയ്യുമ്പോൾ മുട്ടിൽ വേദനയും ബുദ്ധിമുട്ടും തോന്നുന്നവർക്ക് തങ്ങളുടെ മുട്ടുവേദന കുറഞ്ഞു കിട്ടുന്ന രീതിയിൽ കാൽപാദം ഒരൽപ്പം മുന്നോട്ടും വെക്കാവുന്നതാണ്. നിങ്ങളുടെ പാദങ്ങൾ നിലത്തേക്ക് അമർത്തി നിങ്ങളുടെ നടുവിലെ കോർ മസിലുകൾ എൻഗേജ് ചെയ്യുക. ഇനി പതുക്കെ നിങ്ങളുടെ ലോ ബാക്ക് അഥവാ നടുഭാഗം തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക. നിങ്ങളുടെ പാദങ്ങൾ നിലത്തേക്ക് അമർത്തി നിങ്ങളുടെ നടുവിലെ കോർ മസിലുകൾ എൻഗേജ് ചെയ്യുക. ഇപ്രകാരം സ്റ്റാറ്റിക്കായി നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇനി ഇതൊരു സ്റ്റാറ്റിക് എക്സർസൈസ്, അതായത് ഒറ്റ നിലയിൽ നിന്ന് ചെയ്യാതെ വളരെ ഡൈനാമിക്കായി ചലിച്ചുകൊണ്ടും ഒരു സെറ്റ് ഓഫ് മൂവ്മെന്റ്സ് ആയിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് കൂടി പറയാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടുപ്പ് നിലത്ത് നിന്ന് പതുക്കെ ഉയർത്തി കൊണ്ടുവരിക. അങ്ങനെ തന്നെ നിലനിന്ന് കുറച്ച് ശ്വാസം എടുത്ത് വിടുക. ഇനി പതിയെ ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ നട്ടെല്ല് പതുക്കെ താഴേക്ക് താഴ്ത്തി ഇറക്കുക. ഇപ്രകാരം നിങ്ങൾ ബ്രിഡ്ജസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ കഴുത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തല നിലത്തേക്ക് അധികം സമ്മർദ്ദം കൊടുക്കുന്നതും താടി ഒരുപാട് നെഞ്ചിനോട് ചേർത്ത് ടക്ക് ചെയ്ത് പിടിക്കുന്നത് ഒഴിവാക്കേണ്ടതായുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കഴുത്തിൽ അനാവശ്യ സമ്മർദ്ദം വരുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കുക. ഈ വ്യായാമത്തിലൂടെ നമ്മുടെ പിൻഭാഗം അഥവാ നമ്മുടെ ലോ ബാക്ക്, ഗ്ലൂട്ട് മസിൽസ്, ഹാംസ്ട്രിങ് മസിൽസ് എന്നിവ കൂടുതൽ ശക്തപ്പെടുന്നു. അതുമാത്രമല്ല നെഞ്ചി, കഴുത്ത്, നട്ടെല്ല് എന്നീ പ്രദേശങ്ങളിൽ ശരിയായ ഒരു സ്ട്രെച്ച് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഏതൊരു വ്യായാമം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യോഗ പോസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും നിങ്ങളുടേതായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പരിശീലിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. സോ നിങ്ങളുടെ പരിമിതികളെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇതിനൊന്നും വയ്യ എന്നാൽ വയറ് കുറയ്ക്കുകയും വേണം. എന്ത് ചെയ്യും? ഒരു മാജിക്കൽ എക്സർസൈസ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസ്. നല്ലൊരു വാക്കിംഗ് ഷൂസും വാങ്ങി ധരിച്ച് ഇറങ്ങി നടക്കുക. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച വ്യായാമമാണ് നടത്തം. ഇപ്രകാരം കൊഴുപ്പ് കുറയ്ക്കുന്നതിന് നിങ്ങളുടെ നടത്തം പരമാവധി പ്രയോജനപ്പെടുത്താൻ കുറച്ച് ടിപ്പുകൾ കൂടി പറഞ്ഞുതരാം. ഇവ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നടത്തം ഒന്നും കൂടി ഉഷാറാകും. ആദ്യത്തെ ടിപ്പ് സ്ഥിരതയാണ്. ഒരു ദിവസം ഒരുപാട് ഇറങ്ങി അങ്ങ് നടന്നു, രണ്ടാമത്തെ ദിവസം മുതൽ കാലെടുക്കാൻ വയ്യ. അതല്ല വേണ്ടത്. ഒരു ദിവസം തന്നെ ഒരുപാട് നടന്ന് ക്ഷീണിക്കാതെ പതിവായി ഇതൊരു ശീലമായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ദിവസം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ മതിയാകും. ആഴ്ചയിൽ മിക്ക ദിവസവും ഇപ്രകാരം നടക്കുകയാണെങ്കിൽ ഫലങ്ങൾ നേടുന്നതിന്, അതായത് നമ്മുടെ വയർ കുറയ്ക്കാൻ ഇത്തരത്തിലൊരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടിപ്പ് നമ്പർ 2, വേഗത്തിലുള്ള നടത്തമാണ് ആവശ്യം. അതിനർത്ഥം കൂടെ നടക്കുന്നവരേക്കാൾ വേഗത്തിൽ നടക്കാനല്ല, നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഒന്ന് ഉയരുകയും നിങ്ങളെ ഒന്ന് വിയർപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന വേഗത്തിൽ നടന്നാൽ മതിയാകും. ഇത് കൂടുതൽ കലോറിയും കൊഴുപ്പും കത്തിക്കാൻ സഹായിക്കും. ഇപ്രകാരം വിയർത്തു പോകുമ്പോൾ ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ നടത്തത്തിന് മുമ്പും ശേഷവും ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. ഒരുപാട് വേഗത്തിൽ നടക്കുന്നതിനിടയിൽ കിതപ്പ് വന്ന് വെള്ളം കുടിച്ച് മുന്നേറുന്നതിനേക്കാൾ എന്തുകൊണ്ടും നടത്തത്തിന് ശേഷവും മുമ്പും ധാരാളം വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഈ വേഗത്തിൽ നടക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചു ഉടച്ച് കിതച്ച് നടക്കുന്ന അത്ര നല്ല ശീലമല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരുപാട് വേഗത്തിലായിരിക്കും നടക്കുന്നത്, ഒരുപാട് വിയർക്കുന്നുണ്ടായിരിക്കും. ഇവരിങ്ങനെ വെള്ളം കുടിച്ച് സിപ്പ് ചെയ്തായിരിക്കും നടക്കുന്നത്. അതത്ര നല്ല ശീലമല്ല. ടിപ്പ് നമ്പർ 3, നടത്തത്തിന്റെ ദൈർഘ്യവും തീവ്രതയും കാലക്രമേണ വർദ്ധിപ്പിച്ചെടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറ്റുന്ന വേഗത്തിൽ പറ്റുന്ന ദൂരം താണ്ടി ആരംഭിക്കുക. പതിയെ നടത്തത്തിനൊപ്പം വേഗതയേറിയ നടത്തത്തിന്റെയോ ജോഗിങ്ങിന്റെയോ ഇടവേളകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമേണ സ്വയം ചലഞ്ച് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ കലോറി ബേൺ ചെയ്ത് പോകുന്നതിന് ഇപ്രകാരം നടത്തത്തിലുടനീളം ഇത്തരത്തിൽ വേഗത കൂട്ടിയും കുറച്ച് ഇടവേളകൾ കൊണ്ടുവരുന്നത് ആവർത്തിക്കുക. ടിപ്പ് നമ്പർ 4, തേരി കയറ്റം. സാധ്യമെങ്കിൽ നടക്കുന്നതിനിടയിൽ നല്ലൊരു തേരി ഓടി നടന്നു കയറാൻ ശ്രമിക്കുക. പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി വ്യത്യസ്ത ഭൂപ്രകൃതികളുള്ള പ്രദേശങ്ങൾ വഴി നടക്കുന്നതും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. നമ്മൾ മുകളിലേക്ക് നടക്കുമ്പോൾ ഒരു തേരി കയറുമ്പോൾ നമ്മുടെ
നമ്മുടെ കൂടുതൽ പേശികൾ ഉൾപ്പെടുകയും വ്യായാമത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും ചെയ്യും. വയറിലെ പേശികളെ ലക്ഷ്യമിടാൻ ഇത് പ്രത്യേകം സഹായിക്കുന്നുണ്ട്. ഇതാണ് ക്ലൈംബിംഗ് എന്ന് പറയാം. നിങ്ങൾ കണ്ടു കാണും, ജിമ്മിലും മറ്റും ട്രെഡ്മില്ലിലും മറ്റും എലവേറ്റഡ് ആയിട്ട് വാക്കിങ്ങിന് അല്ലെങ്കിൽ എലവേറ്റഡ് റണ്ണിങ്ങിന് പ്രത്യേക ഒരു പ്രൊവിഷൻ തന്നെയുണ്ട്. ഇത് വയറിലെ പേശികളെ കൂടുതൽ ടോൺ ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 5, ഭക്ഷണത്തിന് ശേഷം ചെറിയ നടത്തമാകാം. ഭക്ഷണത്തിന് ശേഷം ഒരു ചെറിയ നടത്തം, പ്രത്യേകിച്ചും കൊഴുപ്പേറിയ ആഹാര പദാർത്ഥങ്ങൾ ബിരിയാണിയും മറ്റും ദഹിപ്പിച്ചെടുക്കാൻ വയറിന്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഒഴിവാക്കാനും ഒരുപാട് സഹായിക്കും. പക്ഷേ ഇത് നിരപ്പായ പ്രതലത്തിലൂടെ വേഗത കുറഞ്ഞ നടത്തമായിരിക്കണം, അല്ലാതെ തേരിയും കുന്നുമൊന്നും വലിഞ്ഞു കയറുന്ന നടത്തമല്ല. വേഗം കൂട്ടുന്നതും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതും വയറുവേദന ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമായേക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകാനുള്ളത്. നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും മലൈക്കോട്ടെ വാലിബന് വണക്കം.